ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ട്, മോള് അവൾക്ക് വേണ്ടിയല്ലേ ഇത്രയൊക്കെ ത്യാഗങ്ങൾ ചെയ്തത്, എന്നിട്ട് അവളെ ചെയ്തതോ നിനക്ക് വേണ്ടി സപ്പോർട്ട് നിങ്ങൾ സംസാരിച്ചു. നയനയല്ല, ഞാനാണ് കുറ്റക്കാരെന്ന് ആരെങ്കിലും പറഞ്ഞോ? അവള് ആരുടെങ്കിലും പറയാൻ തയ്യാറായോ? എല്ലാവരും നിന്നെയല്ലേ കുറ്റപ്പെടുത്തിയത്. നീ കള്ളത്തരം കാണിച്ചതിനെക്കാട്ടിലും അത് മൂടി വെക്കുന്നതിന് തന്നെയാ മക്കളെ എപ്പോഴും തെറ്റുകാര്. അതല്ലേ എന്റെ മോള് തെറ്റുകാരിയായത്. എന്റെ മോളുടെ മനസ്സിലെ സ്നേഹവും നന്മയും കൊണ്ടാ അങ്ങനെയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഇനി എന്റെ മോള് അവൾക്ക് വേണ്ടി ഒരിക്കലും ഒന്നും ചെയ്യരുത്. അവള് വിഷമാ, നമ്മളെ എല്ലാരെയും കൊന്നു തിന്നാമെന്ന വിഷം. വിവാഹശേഷം അവള് നമ്മളെല്ലായിട്ട് കൊല്ലാക്കൊല ചെയ്യുകയും തീ തീറ്റിക്കുകയും ചെയ്യല്ലേ. ഒരല്പമെങ്കിലും സ്നേഹമുണ്ടോ അവൾക്ക് നമ്മളോട്? അവള് ഇപ്പൊ കോടീശ്വരി ആയെന്നുള്ള വിചാരത്തില് അവളിങ്ങനെ നടക്കാണ്. അതുകൊണ്ട് അവള് ഭൂമി പോലും മറന്നു നടക്കുക. എന്റെ മോള് ഇനി അവൾക്ക് വേണ്ടി ഒരിക്കലും നിന്റെ ജീവിതം മാറ്റിവെക്കരുത്. നീ നിന്റെ ജീവിതം ജീവിക്കാൻ നോക്ക്, അവളെ മറന്നു കളയണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സമാധാനിപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പോഴേക്കും നയന പൊട്ടിക്കരയുന്നുണ്ട്. നന്ദുവും തിരികെ വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് നിനക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് നീ വിവാഹം കഴിക്കണം എന്നും പറഞ്ഞ് അവളെ ഉപദേശിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോക്ക് കാണാൻ വയ്യത്തുണ്ട് തന്നെ നയന കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ്. ഈ സമയത്ത് ഇവര് കരഞ്ഞുകൊണ്ട് വിഷമിച്ച് നയനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദു ആനി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദു വീട്ടുകാരും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവര് ഗേറ്റ് കിടന്ന് പോകുന്നത് നോക്കി ആനി ഇങ്ങനെ നിൽക്കാണ്. പിന്നീട് കാണിക്കുന്നത് ജയനെയും ദേവയാനിയാണ്. ജയൻ ഇങ്ങനെ മട്ടുപ്പാവിൽ നിൽക്കുന്നതായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ദേവയാനി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ഈ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയാഞ്ഞേ എന്ന് ചോദിക്കുന്നു. ദേവയാനി, നിനക്കറിയാലോ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ഉണ്ടായ അവസ്ഥ എന്താ? എല്ലാവരുടെയും അച്ഛനെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഈ അവസ്ഥ ആർക്കും താങ്ങാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം മൂടി മറിച്ചത് എന്ന് ജയൻ പറയുന്നുണ്ട്. നാളും എല്ലാവർക്കും മുമ്പില് ഞാനും അവനും അച്ഛനും ഒക്കെ അഭിനയിക്കുകയായിരുന്നു. അവൻ പലതവണ നിന്നോട് വന്ന് നീ പറഞ്ഞത് കേൾക്കാതെ ചെയ്തതെല്ലാം, നീ പറഞ്ഞ് അനുസരിക്കാഞ്ഞതെല്ലാം തന്നെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ടാ. അച്ഛൻ നയനയോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് പറഞ്ഞുകൊണ്ടാ നിന്നെ പോലും അവഗണിച്ച അവൻ നയനോട് സ്നേഹം കാണിച്ചത്. നിനക്കറിയാലോ മുത്തശ്ശന് അവനോടുള്ള സ്നേഹവും അവന് മുത്തശ്ശനോടുള്ള സ്നേഹവും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനല്ലേ. അച്ഛനെന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാല് നമുക്ക് ആർക്കെങ്കിലും സങ്കടം സഹിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം മൂടി മറിച്ചത് എന്നൊക്കെ പറയാണ്. ആദർശ് വലിയൊരു ഭാരവും ചുമന്നോണ്ടാ നടന്നെന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, ഞാൻ ഓർക്കുന്നുണ്ട് പലതവണ എന്നോട് എന്റെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഇത്രത്തോളം വലുതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ജയേട്ടാ എന്നൊക്കെ പറയാണ്. നമ്മുടെ മോനെ ഇത്രയും കൊച്ചുമക്കളുണ്ടായിട്ടും നമ്മുടെ മോനെയാ അച്ഛൻ MD സ്ഥാനത്തിൽ ഇരുത്തിയത്. അതിന് അർത്ഥം അച്ഛൻ അവനെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാ. അത്രത്തോളം അവനെ അച്ഛൻ ഇഷ്ടമാണ്. അതുകൊണ്ടാ അച്ഛൻ അവന്റെ ജീവിതം നന്നായി കാണാൻ ആഗ്രഹിക്കുന്നത്. നയനേനെ എന്നിട്ടും എന്താ ജയേട്ടാ അച്ഛൻ പറഞ്ഞിടാത്തത്? ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തും ഈ വീടിന് താളം തെറ്റിയതും നവീൻ നയനെ വന്ന് കയറിയതിൽ പിന്നെന്താ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? ദേവയാനി, അച്ഛൻ നയന ഈ വീടിന് വിളക്കാണെന്നും അവൾ പോവാൻ ആഗ്രഹിക്കാത്തതിന്റെ പിന്നിൽ എന്തോ വലിയൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാ മനുഷ്യരെയും വളരെ ആഴത്തിൽ അറിയുന്ന ഒരാളാണ് നമ്മുടെ അച്ഛൻ. അത് നിനക്ക് അറിയാവല്ലോ എന്ന് പറയാണ്. ഞാൻ ആദർശിനെ ഒന്ന് കാണട്ടെ, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോന്നോ? അവന്റെ മനസ്സ് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, ഞാനൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പോഴേക്കും ആദർശ് ടെൻഷൻ അടിച്ച് ഹാളിൽ എങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ദേവേനറ്റ് ആദർശിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോഴേക്കും എന്റെ മോൻ ഇത്രയും വലിയ ഭാരം കൊണ്ടാ നടന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാണ്. അമ്മയെന്ന് വിളിച്ചിട്ട് ആദർശ് കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല. മുത്തശ്ശന്റെ ഈ അവസ്ഥ ഒരുപാട് നാളുകളായി ഞങ്ങളുടെ മനസ്സിലിട്ട് ഞങ്ങള് വിഷമിച്ചുകൊണ്ടിരിക്കുക. മറ്റാരും ഇതറിഞ്ഞ് വിഷമിക്കണ്ട എന്ന് കരുതിയിട്ടാ ഞങ്ങൾ ആരോടും പറയാതിരുന്നത്. മുത്തശ്ശന് ഈ അവസ്ഥയിൽ ആർക്കും കാണാൻ സഹിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അച്ഛനില്ലാത്ത ഈ ഒരു അനന്തപുരി അത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. എന്റെ മോൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഈ അമ്മയ്ക്ക് വേണ്ടി എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തു അതൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം. എന്റെ മോൻ മുത്തശ്ശനെ അമ്മേനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് എന്റെ മോന് ഈ അവസ്ഥയിൽ തളർന്നു പോയത്. എന്റെ മോൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. അമ്മ എന്റെ മോനെ ഒരുപാട് വേദനിപ്പിച്ചു. അമ്മ അതൊന്നും അറിഞ്ഞിരുന്നില്ല മോനെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അമ്മ എന്തിനാ അമ്മയെ വിഷമിക്കുന്നേ? അമ്മയൊന്നും ഓർത്ത് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ഇവിടെ തെറ്റിയത് ആ നയനെ നവിയുമാ. അവളുമാരാ എല്ലാ തെറ്റുകൾക്കും കാരണം. നവ്യ ചെയ്തത് പോട്ടെ, നയന എന്നോട് മറച്ചു വെച്ചില്ലേ, അവളാ ഏറ്റവും വലിയ തെറ്റുകാരി. അതുകൊണ്ട് ഇനി ഒരിക്കലും അവൾക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ല. അവളെ ഞാൻ എന്റെ ഭാര്യയായിട്ട് ഇനി ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്.
ദേവയാനി പറയാണ് മുത്തശ്ശന്റെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശൻ നയനെ ഈ ഒരു അവസ്ഥയിൽ പോവാതിരിക്കാൻ പോണമെന്ന് തന്നെ പറഞ്ഞേനെ. ആരെയും മുഖം നോക്കാതെ ശിക്ഷിക്കുന്ന ആളല്ലേ മുത്തശ്ശൻ. മുത്തശ്ശന് നയനെ പോകാൻ അനുവദിക്കാത്തുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണം കൊണ്ട് മാത്രമായിരിക്കാം. അവള് പോയപ്പം ഇന്നേ വരെ ആരുടെ മുമ്പിൽ താഴത്തെ മുത്തശ്ശൻ കണ്ടില്ലേ, അവളുടെ കാല് പിടിച്ചതുപോലെ പോവരുത് എന്ന് പറഞ്ഞ് അവളുടെ പുറകെ ഓടിയത്. അതിന് പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ട് എന്ന് പറയാണ്. വേറൊന്നും അല്ലമ്മേ, മുത്തശ്ശിയുടെ മനസ്സ് അവൾ അത്രത്തോളം കീഴടക്കി കഴിഞ്ഞു. അതുകൊണ്ടാ അവർക്ക് അവളോടൊന്നും പറയാൻ സാധിക്കാത്തത്. അത് തന്നെ അവളുടെ ബലവും. എന്ത് കാണിച്ചാലും അവളെ സംരക്ഷിക്കാൻ ഇവിടെ ആളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാ അവളിങ്ങനെ തുടരെ ഓരോ കുറ്റങ്ങളും ചെയ്യുന്നത് എന്ന് ആദർശ് ദേവിയോട് പറയുന്നുണ്ട്. എന്തെങ്കിലും മുത്തശ്ശന്റെ കാര്യത്തിൽ വല്ല സ്കോപ്പ് ഉണ്ടോ മോനെ, നമുക്ക് വേറെവിടെയെങ്കിലും ചികിത്സിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മുകളില് നവ്യ വലിയ രാജസിംഹാസനത്തിലൊക്കെ ഇരുന്ന് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നയന അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്, എന്താ ചേച്ചി എന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, പിന്നല്ലാതെ എത്ര ദിവസം കൊണ്ട് നമ്മൾ ടെൻഷൻ അടിച്ച കാര്യ പൂ പോലെ അങ്ങ് തീർന്നു പോയില്ലേ. ഹോ, ഞാൻ എന്തോരം പേടിച്ചു. എന്ത് തീർന്നാ ചേച്ചി പറയുന്നേ? തീർന്നില്ലേ? നിനക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞില്ലേ? നമ്മളോടൊന്ന് പോകേണ്ടി വന്നില്ലല്ലോ. ചേച്ചിക്ക് നാണമുണ്ടോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്? എന്ത് കലങ്ങി തെളിഞ്ഞാ പറയുന്നത്? എല്ലാവരും മുമ്പിൽ നമ്മൾ രണ്ടിപ്പോ കള്ളികളാ. ചേച്ചിനെക്കാട്ടിലും വലിയ കള്ളി ഞാനാ. എന്റെ ആത്മാഭിമാനം പോലും നഷ്ടപ്പെട്ടു. എല്ലാവരുടെ മുമ്പില് ഞാനൊരു ചതിച്ചു എന്നൊരു പേരില ഇപ്പൊ നടക്കുന്നത്. അതെല്ലാം ചേച്ചി ഒറ്റടുത്ത് കാരണ. എന്നിട്ട് ഇവിടുന്ന് സുഖിച്ചു കഴിയാന്ന് ചേച്ചി അങ്ങനെ ഇരിക്കുകയല്ലേ? ഇവിടുത്തെ രാജപദവിയും സുഖമൊക്കെ കണ്ടപ്പോ ചേച്ചി അതിലൊക്കെ മതിമറന്നിരിക്കുകയല്ലേ? ഇന്ന് ഇവർ നമ്മുടെ വീട്ടിലോട്ട് ചേച്ചി ഒന്ന് പോയിട്ടെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ മുത്തശ്ശന്റെ അസുഖം എന്താണെന്നെങ്കിലും ചേച്ചി അറിഞ്ഞോ? എന്നിട്ട് ചേച്ചിക്ക് വല്ല കുലുക്കം ഉണ്ടോ? ചേച്ചി എന്താ ഹാപ്പി ആയിട്ടായിരിക്കുന്നേ? പാവം ഇവിടുത്തെ മുത്തശ്ശന് ഇതുപോലെ വലിയൊരു മാരകമായ അസുഖം ഉണ്ടായിട്ടും ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും, അതിന് ഞാനെന്ന് ടെൻഷൻ അടിക്കുന്നേ? മനുഷ്യന്മാരായ ജനിച്ച ഒരു ദിവസം മരിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ആ കളവൻ 10-75 വയസ്സുള്ള കളവനല്ലേ, ഏത് നിമിഷവും തട്ടിപ്പോകാം. പിന്നെ ഇപ്പൊ ഈ ഒരു അസുഖനാണോ ഇത്രയ്ക്ക് പേടിക്കുന്നേ? അങ്ങേരെങ്ങാണം തട്ടിപ്പോയാ അത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ? കാരണം അങ്ങേ തട്ടിപ്പോയാ എന്തുമാത്രം ഗുണങ്ങളാണുള്ളത്. ഇതുപോലെ റെസ്ട്രിക്ഷൻസോ ഒന്നും അനുഭവിക്കേണ്ട. സ്വത്തൊക്കെ ഭാഗം വെച്ച് എത്രയും പെട്ടെന്ന് തന്നാ മതിയായിരുന്നു. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. അതുപോലെ തന്നെ ആ കിളവനെങ്ങാണം കാലായാല് എന്ത് ഹാപ്പി ആയിരിക്കും. എല്ലാവർക്കും പല വഴിക്ക് പോയി നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കാം, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോഴേക്ക് നയന വന്നിട്ട് ഒരാഞ്ഞൊരൊറ്റ അടി അടിക്കുന്നുണ്ട്. ചേച്ചിക്ക് എന്തൊരു വൃത്തിയുടെ മനസ്സാ. ഇനി മേലാൽ ഇങ്ങനെയെങ്ങനെ മുത്തശ്ശനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചേച്ചിയാണെന്ന് ഓർക്കില്ല. തല്ലി ഞാൻ ശരിപ്പെടുത്തി കളയും. എല്ലാ തെറ്റുകളും ചെയ്തിട്ട് നിൽക്കുന്ന നോക്കി നാണമില്ലാതെ. ചേച്ചിക്ക് എന്റെ അമ്മയുടെ സ്ഥാന, പക്ഷെ വാലിൽ നിന്ന് വരുന്നതൊക്കെ ഈ ഒരു കുഞ്ഞു കുട്ടിയുടെ സ്വഭാവ. എന്നാ ചേച്ചി ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ച് നയന ദേഷ്യപ്പെടുന്നുണ്ട്. മുത്തശ്ശന ഈ വീടിന്റെ എല്ലാം, അതില്ലെങ്കിൽ പിന്നെ ഈ വീടേ ഇല്ല. ഈ വീടിന്റെ താളം തന്നെ മുത്തശ്ശന. അപ്പോഴേക്കും നവ്യ പറയാണ്, താളവും രാഗവും ഒക്കെ ഒരു ദിവസം എല്ലാവരും നിലയ്ക്കും. അത് നിന്റെ ആളിലും കാര്യത്തില് ഒന്നു തന്നെയാ. അതേ ഞാൻ പറഞ്ഞുള്ളൂ, മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇവിടുന്ന് വിട്ടുപോവാൻ എന്നോട് ആരും പറയണ്ട. ഞാൻ ഒരിക്കലും ഇവിടെ വിട്ടു വരില്ല. എന്റെ ഭർത്താവായ അഭി അനന്തമൂർത്തിയുടെ കൊച്ചുമകന്, അവനും ഈ വീട്ടില് അവകാശമുണ്ട്. അവനുള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ തുടരും എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ചേച്ചിയോട് എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഒരു മനസാക്ഷിയോ ഒന്നുമില്ലാത്തൊരു സാധന ചേച്ചി. കാശ്, പണം, സുഖം, സ്വത്ത് ഇത് മാത്രമേ ചേച്ചിയുടെ മനസ്സിലുള്ളൂ. കുടുംബ ബന്ധങ്ങൾ ഒന്നും ചേച്ചിക്ക് അറിയണ്ട. നമ്മുടെ അച്ഛനും അമ്മയും പാവം എന്തുമാത്രം വിഷമിച്ചിട്ട് ഇവിടെ ഇറങ്ങിപ്പോയത്. നമുക്കുള്ള ഒരേ അനിയത്തിയല്ലേ നമ്മുടെ നന്ദു. അവളെ എങ്കിലും ചേച്ചി സ്നേഹത്തോടെ നന്ദു എന്നെങ്കിലും ഒന്ന് വിളിക്കുന്നുണ്ടോ? അത്രയ്ക്കും കരിങ്കട്ടിയ മനസ്സാ ചേച്ചിയുടെ. ചേച്ചി കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ചേച്ചിയുടെ സ്വഭാവം നോക്കി അടങ്ങി നിന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും എന്റെ സപ്പോർട്ട് ചേച്ചിക്ക് ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിനാണ് കേട്ടോ. ദേവയാനി ആദർശനോട് ചോദിക്കാണ്, അല്ല മോനെ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമ്മുടെ അച്ഛനെ രക്ഷിക്കാൻ? അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, വിദേശത്തുള്ള ഒരുപാട് ഡോക്ടേഴ്സായിട്ട് ഞങ്ങൾ ആലോചിച്ചു. എല്ലാ വഴികളും ഞങ്ങൾ നോക്കി. നമ്മുടെ എല്ലാ കഴിവുകളും വെച്ച് നമ്മൾ ശ്രമിക്കുന്നുണ്ടമ്മേ. പക്ഷേ ഇതിപ്പം ഫൈനൽ സ്റ്റേജിലായിപ്പോയി. ആ സമയത്ത് ഈ രോഗവിവരം അറിയാൻ സാധിച്ചത്. മുത്തശ്ശൻ എപ്പോഴും നല്ല സ്മാർട്ടായിട്ട് നടക്കുന്നുണ്ട് തന്നെ ആർക്കും ഒരു ക്ഷീണം തോന്നിയില്ല. രോഗത്തിന് പോലും മുത്തശ്ശനെ ക്ഷീണിപ്പിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ അറിഞ്ഞപ്പോ തൊട്ട മുത്തശ്ശന് കുറച്ചൊക്കെ സങ്കടമായി തുടങ്ങിയത്. പാവം മുത്തശ്ശൻ ഈ രോഗാവസ്ഥയിലായ അന്നു മുതലാണ് മുത്തശ്ശൻ ഏറ്റവും അധികം സങ്കടം അനുഭവിക്കേണ്ടി വന്നത്. അതൊരിക്കലും ഉണ്ടാവരുതെന്ന് കരുതി ഞാൻ നയനയായിട്ട് അടുക്കുന്നത് പോലൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും എന്റെ കൈവിട്ടു പോകുമായിരുന്നു. മുത്തശ്ശന്റെ ഈ അവസ്ഥ പോലും മറന്ന് നയനോട് എന്റെ വെറുപ്പ് ഞാൻ പുറത്താക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? എല്ലാം അവസാനം വീണുടഞ്ഞില്ലേ. ഇനി ഒരിക്കലും അവളെ ഞാൻ സ്വീകരിക്കില്ല. എനിക്ക് അത്രത്തോളം
സംബന്ധിച്ചിടത്തോളം അവളോട് വെറുപ്പായി പോയി. എന്റെ മനസ്സ് നിറയെ ഇപ്പോ അവളോടുള്ള വെറുപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് അവളെ കണ്ണിന് പോലും കണ്ടുകൂടാ. അവളോട് നിൽക്കുന്നത് പോലും എനിക്ക് അത്രയ്ക്ക് അറപ്പാണ് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് റൂമിലേക്ക് നിൽക്കുമ്പോഴേക്കും നയന പേടിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്തിനാ ഇപ്പൊ ഇനി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടാ എന്നെ വേണമെങ്കിൽ ശിക്ഷിച്ചോ, അത്രയ്ക്കും വലിയ തെറ്റിനെ ചെയ്തെന്ന് പറയുമ്പോൾ ഓ എങ്കിൽ പിന്നെ എളുപ്പമായല്ലോ, എല്ലാ കളികളും തെറ്റുകൾ ചെയ്തിട്ട് അവസാനം ഇങ്ങനെ തന്നെയാ പറയുന്നത്, എന്നെ ശിക്ഷിച്ചോ എന്നൊക്കെ, അപ്പൊ പിന്നെ ആരൊന്നും ചെയ്യില്ലല്ലോ അല്ലെ, എല്ലാരും എല്ലാം മറക്കുമല്ലോ അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും നയനെ പറയാണ് ആദർശേട്ടാ ഞാൻ അന്ന് ഡിന്നർ പാർട്ടി ആദർശേട്ടൻ വെച്ചില്ലേ, അന്ന് ഞാൻ ആദർശേട്ടനോട് പറയാൻ വന്നതാ. അങ്ങനെ പറയാൻ വന്ന സമയത്ത് ആദർശനോട് പറയുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു ആത്മഹത്യ ചെയ്യും പറഞ്ഞാലെന്ന്. അത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഫാമിലി ഡോക്ടർ പോലും ചേച്ചിയുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി കൊടുത്തത്. ആത്മഹത്യ ചെയ്താൽ എന്ത് ചെയ്യുന്നൊക്കെ അത് പേടിച്ചിട്ടാ ആ ഡോക്ടർ പോലും അങ്ങനെ ഒരു കാര്യം മറച്ചു വെച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആദർശനോട് ക്ഷമിക്കണം എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. ഇല്ലടി ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല, നിന്നെ പോലെ ഒരുത്തിനെ എനിക്കിനി വേണ്ട എന്ന് ആദർശ് പറയുന്നുണ്ട്.